നമസ്കാരം പീസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായി നോക്കാൻ പോകുന്നത് കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന 250 ടോപ്പിക്കുകളാണ്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടികൾക്കായുള്ള കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളാണ് പഠിക്കാൻ പോകുന്നത്. ആർക്ക് വേണ്ടിയിട്ടുള്ളത് സുഹൃത്തുക്കളെ? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. കുട്ടികൾക്കായുള്ള പ്രത്യേക പദ്ധതിയിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആരോഗ്യ കിരണം. എന്താണ് ആരോഗ്യ കിരണം? സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദം, ഹൃദ്രോഗം, വൃക്കാരോഗ ബാധിതരായ രോഗികൾക്ക്, അതായത് കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ആരോഗ്യ കിരണം. പഠിച്ചോളണേ. സംസ്ഥാനത്തെ 18 വയസ്സിന്, എത്ര വയസ്സിനാ? 18 വയസ്സിന് താഴെയുള്ള അർബുദം, ഹൃദ്രോഗം, വൃക്കാരോഗം ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ആരോഗ്യ കിരണം. താലോലം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗം, നാഡീരോഗം, സെറിബൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യം എന്നിവയും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായുള്ള ധനസഹായ പദ്ധതിയാണ് താലോലം. ഒന്നുകൂടി പറയുവാണേ, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗം, നാഡീരോഗങ്ങൾ, സെറിബൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യം എന്നിവയും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി നൽകുന്ന ധനസഹായ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് താലോലം. ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശ്രുതി തരംഗം. ഒന്നുകൂടി പറയാം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റ് ചെയ്യുന്നതിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശ്രുതി തരംഗം. ഒന്നുകൂടി പറയാം. സംസ്ഥാനത്തെ 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ രോഗികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. താലോലം പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഹൃദ്രോഗം, നാഡീരോഗങ്ങൾ, സെറിബൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യം എന്നിവയും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായുള്ള ധനസഹായ പദ്ധതിയാണ് താലോലം പദ്ധതി. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാകുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രുതി തരംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഠിക്കുക. അടുത്തത് നമുക്ക് പഠിക്കേണ്ടതാണ് സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കൾക്ക് ഇരുവർക്കും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധു ഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. എന്താ സ്നേഹപൂർവം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കൾക്ക് ഇരുവർക്കും അഥവാ ഒരാള് മരിച്ചു പോവുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് ആ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ആ അവസ്ഥയിൽ കുട്ടികളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹപൂർവം പദ്ധതി. സംസ്ഥാനത്തെ HIV ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് PSCയുടെ ചോദ്യം. സംസ്ഥാനത്തെ HIV ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദ്യം പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഹൃദ്യം പദ്ധതി. ഹൃദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം, കേട്ടോ, അങ്ങനെ പഠിച്ചോളേ. ഹൃദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൃദയം. ഓർത്തു വെച്ചിരിക്കുക. 18 വയസ്സിൽ താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗത്തെ തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. പഠിക്കുക. എന്താണ് മിഠായി എന്ന് ചോദിച്ചാല്, കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കാതോരം. കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതിയാണ് കാതോരം പദ്ധതി. എന്താ കാതോരം പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാതോരം പദ്ധതി.
ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ബാലമുകുളം പദ്ധതി. എന്താ ബാലമുകുളം പദ്ധതി എന്ന് ചോദിച്ചാല് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി. ഒന്നുകൂടി പറയാം, കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാതോരം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മിഴി പദ്ധതിയെ പറ്റി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മിഴി പദ്ധതി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കണ്ണാടി വിതരണം ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മിഴി പദ്ധതി. സ്പെക്ട്രം പദ്ധതി ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി എന്നറിയപ്പെടുന്നത്. എന്താ സ്പെക്ട്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്പെക്ട്രം പദ്ധതി. ചിരി പദ്ധതി കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. പഠിച്ചോളെ, കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. ഒപ്പം പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം. പഠിച്ചോളണേ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഒപ്പം പദ്ധതി. എന്താണ് ഒപ്പം പദ്ധതി? ജീവനി കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി പദ്ധതി. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി പദ്ധതി. എന്താ പദ്ധതിയുടെ പേര്? ജീവനി പദ്ധതി. മോഡൽ ഷെൽട്ടർ ഹോം 12 വയസ്സിൽ താഴെയുള്ള ബാലലൈംഗിക പീഡനം അതിജീവിച്ച കുട്ടികളുടെ പ്രത്യേക പരിചരണവും പിന്തുണയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനം അറിയപ്പെടുന്ന പേരാണ് മോഡൽ ഷെൽട്ടർ ഹോം. പഠിച്ചോളെ, എന്താണ് മോഡൽ ഷെൽട്ടർ ഹോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 വയസ്സിൽ താഴെയുള്ള ബാല ലൈംഗിക പീഡനം അനുഭവിച്ച കുട്ടികളുടെ പ്രത്യേക പരിചരണവും അതുപോലെ പിന്തുണയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് മോഡൽ ഷെൽട്ടർ ഹോം എന്നറിയപ്പെടുന്നത്. പഠിക്കുക. ന്യൂ ബോൺ സ്ക്രീനിംഗ് പദ്ധതി നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പദ്ധതി. പഠിച്ചോളനെ, നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പദ്ധതി. ലീപ്പ് പദ്ധതി ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ലീപ്പ് പദ്ധതി. സ്നേഹധാര വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. പഠിച്ചോളണേ, വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. എന്താ അവന്റെ പേര്? സ്നേഹധാര പദ്ധതി. പോഷക ബാല്യം 3 മുതൽ 6 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പോഷക ബാല്യം പദ്ധതി. 3 വയസ്സ് മുതൽ 6 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പോഷക ബാല്യം. ഒന്നുകൂടി പറയുവാണേ, നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുന്നതിന് തുടങ്ങിയ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് പദ്ധതി. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. ധാര എന്ന് പറയുന്നത് സാധാരണ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ, അത് വെച്ച് പഠിക്കുക. പോഷക ബാല്യം 3 മുതൽ 6 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പോഷക ബാല്യം പദ്ധതി. പഠിക്കുക. തേനമൃത് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ്
പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. ലോക്ക്ഡൌൺ സാഹചര്യത്തില് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. സനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. പഠിച്ചോളെ, ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായതും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. എന്താണ് സനാഥ ബാല്യം? ക്യാൻസർ സുരക്ഷാ പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ച നിർധന കുട്ടികൾക്കായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ച നിർധന കുട്ടികൾക്കായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. ശലഭം പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും സമഗ്രമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശലഭം പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും സമഗ്രമായ പരിശോധനകൾ നടത്തുന്നത് അല്ലെങ്കിൽ അതിന് വിധേയമാക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശലഭം പദ്ധതി. ഒന്നുകൂടി പറയുവാണേ, ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സിനും 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായതും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സനാഥ ബാല്യം. 18 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ച നിർധന കുട്ടികൾക്കായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ക്യാൻസർ സുരക്ഷാ പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും സമഗ്രമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശലഭം പദ്ധതി. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ്. വ്യക്തമായി പഠിക്കണം. കുട്ടികൾക്കുള്ള പദ്ധതി വേണം നമ്മൾ ആദ്യം പഠിച്ചു തീർക്കാൻ. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടതാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ. നമുക്ക് സമയം കളയേണ്ട. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. സ്ത്രീകൾക്കുള്ള പ്രത്യേക പദ്ധതിയിൽ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് മാതൃയാനം പദ്ധതി. എന്താ സുഹൃത്തുക്കളെ? മാതൃയാനം പദ്ധതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. വനിതാ ശിശു വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പഠിക്കുക. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സീതാലയം പദ്ധതി. ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാസ്ത്രീകരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സീതാലയം പദ്ധതി. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ, എന്താണ് സീതാലയം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാസ്ത്രീകരണ പദ്ധതിയാണ് സീതാലയം പദ്ധതി. രാരീരം പദ്ധതി. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാരീരം പദ്ധതി. പഠിച്ചോളണേ. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശുവിന്റെ പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം പദ്ധതി. ഒന്നുകൂടി പറയാം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി മാതൃയാനം പദ്ധതി. വനിതാ ശിശുവികസന വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാസ്ത്രീകരണ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് സീതാലയം. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം പദ്ധതി. വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം. ലൈംഗികാതിക്രമം നേരിട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷിത
അഭയസ്ഥാനം എന്നറിയപ്പെടുന്നത് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം. ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമം നേരിട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷിത അഭയസ്ഥാനം എന്നറിയപ്പെടുന്നത് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം ആണ്. ആശ്വാസനിധി. ആസിഡ് ആക്രമണങ്ങൾ, ക്രൂരമായ അതിക്രമങ്ങളോ നേരിടുന്ന വനിതകൾക്ക് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി. പഠിച്ചോളനെ. ആസിഡ് ആക്രമണങ്ങൾ, ക്രൂരമായ അതിക്രമങ്ങളോ നേരിടുന്ന വനിതകൾക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി പദ്ധതി. ശരണ്യ പദ്ധതി. വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ വനിതകൾക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ വനിതകൾക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വയം തൊഴിൽ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ശരണ്യ പദ്ധതി. ഒന്നുകൂടി പറയുവാണേ, ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷിത അഭയസ്ഥാനമായി ഉപയോഗിക്കുന്നത് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം ആണ്. ആസിഡ് ആക്രമണങ്ങൾ, ക്രൂരമായ അതിക്രമങ്ങളോ നേരിടുന്ന വനിതകൾക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടത്തുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി. വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ സ്ത്രീകൾക്ക് സാമൂഹ്യനീതി വകുപ്പ് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശരണ്യ പദ്ധതി. പഠിക്കുക. ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ. ഗർഭിണികൾക്കോ ഗർഭധാരണത്തിലൂടെ കടന്നു പോകുന്നതായ സ്ത്രീകൾക്കുള്ള കൂടുതൽ സുരക്ഷയും പരിചരണവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ നൽകുന്നത്. ഒന്നുകൂടി പറയാം, എന്താണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭിണികൾക്കോ ഗർഭധാരണത്തിലൂടെ കടന്നു പോകുന്നതോ ആയ സ്ത്രീകൾക്കുള്ള കൂടുതൽ സുരക്ഷയും സംരക്ഷണവും അല്ലെങ്കിൽ പരിചരണവും ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ. നിർഭയ പദ്ധതി. PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചുള്ള ചോദ്യം. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി. അഭയകിരണം. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതവും അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതാന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. ജനനി ജാതക് പദ്ധതി. അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജനകി ജാതക് പദ്ധതി. പഠിക്കുക. അട്ടപ്പാടിയിലെ മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക് പദ്ധതി. ഒന്നുകൂടി പറയാം, ഗർഭിണികൾക്കോ ഗർഭധാരണത്തിലൂടെ കടന്നു പോകുന്നതോ ആയ സ്ത്രീകൾക്കുൾ കൂടുതൽ സുരക്ഷാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ. എന്താണ് അതിന്റെ പേര്? ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതാന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക് പദ്ധതി. പഠിക്കുക. അടുത്ത പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞിന്റെയും ചികിത്സ, ഭക്ഷണം, വാഹന ചിലവ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ചികിത്സ, ഭക്ഷണം, വാഹന ചിലവ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. എന്താണ് അമ്മയും കുഞ്ഞും പദ്ധതി? വിവാ പദ്ധതി. സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് വിവാ പദ്ധതി. പഠിക്കുക. സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് വിവാ പദ്ധതി. സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചേ. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഒന്നുകൂടി പറയാം, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ചികിത്സ, ഭക്ഷണം, വാഹന ചിലവ് എന്നിവ നൽകുന്ന കേരള സർക്കാർ പദ്ധതി അമ്മയും കുഞ്ഞും പദ്ധതി. സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് വിവാ പദ്ധതി. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അത് സ്നേഹസ്പർശം പദ്ധതിയാണ്. എന്താണ് സ്നേഹസ്പർശം പദ്ധതിയാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കാൻ
പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. സ്നേഹയാനം പദ്ധതി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്ന മാതാവിന് ഉപജീവനത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി. പഠിക്കുക. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന മാതാവിന് ഉപജീവനത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹയാനം പദ്ധതി. എന്താണ് സ്നേഹയാനം പദ്ധതി? പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ. രണ്ടാമതായി നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ. ഇങ്ങനെ വേണം പദ്ധതികൾ തരം തിരിച്ചു വേണം സുഹൃത്തുക്കളെ പഠിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷനും ഉണ്ടാകും. അപ്പോൾ നമുക്ക് സമയം കളയണ്ട. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ കേരള സർക്കാർ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയിൽ ആദ്യമായി നമുക്ക് പഠിക്കേണ്ടതാണ് വയോമിത്രം പദ്ധതി. PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യം സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. വയോ മധുരം പദ്ധതി BPL വിഭാഗത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി. എന്ത് സൗജന്യമായി നൽകുന്നു? ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം പദ്ധതി. BPL വിഭാഗത്തിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം പദ്ധതി. വയോ അമൃതം പദ്ധതി വൃദ്ധസദനങ്ങളിലെ 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ ചികിത്സ നടപ്പിലാക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. പഠിച്ചോളണേ. വൃദ്ധസദനങ്ങളിലെ 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ ചികിത്സ നടപ്പിലാക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വയോ അമൃതം പദ്ധതി. എന്താണ് വയോ അമൃതം പദ്ധതി? ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമിത്രം പദ്ധതി. വയസ്സായവരുടെ മിത്രം പദ്ധതി. ഓക്കെയാണ്. BPL വിഭാഗത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന അല്ലെങ്കിൽ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം പദ്ധതി. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഓർക്കുക, അത് പ്രമേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൃദ്ധസദനങ്ങളിൽ 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ ചികിത്സ നടപ്പിലാക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വയോ അമൃതം പദ്ധതി. എന്താണ് വയോ അമൃതം പദ്ധതി? പഠിക്കുക. മന്ദഹാസം പദ്ധതി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യ കൃത്രിമ പല്ല് വെച്ച് പിടിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. സായം പ്രഭ ഹോമുകൾ എന്തെന്ന് ചോദിച്ചാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പരിധിയിലെ വയോജനങ്ങൾക്ക് ഡേ കെയർ സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ് സായം പ്രഭ ഹോമുകൾ. പഠിക്കുക. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പരിധിയിൽ വരുന്ന വയോജനങ്ങൾക്ക് ഡേ കെയർ സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ് സായം പ്രഭ ഹോമുകൾ. എന്താണ് സായം പ്രഭ ഹോമുകൾ? ഒന്നുകൂടി പറയാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി മന്ദഹാസം പദ്ധതി. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നല്ലപോലെ ചിരിക്കണമെങ്കിൽ പല്ല് വെച്ചു പിടിപ്പിക്കണമെന്ന് പഠിക്കുക. അതുപോലെ സായം പ്രഭ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പരിധിയിലെ വയോജനങ്ങൾക്ക് ഡേ കെയർ സംവിധാനം ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയാണ്. പഠിക്കുക. അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ജെൻഡേഴ്സിനുള്ള പ്രത്യേക പദ്ധതികളാണ്. ട്രാൻസ്ജെൻഡേഴ്സിനുള്ള പ്രത്യേക പദ്ധതികളാണ്. ഇതും PSCയുടെ സ്ഥിരം ചോദ്യ മേഖലയാണ്. നമുക്ക് സമയം കളയണ്ട, പഠിക്കാം. മഴവില്ല് ട്രാൻസ്ജെൻഡേഴ്സിന്റെ സാമൂഹ്യ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി സ്വയം തൊഴിൽ ലഭിക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മഴവില്ല് പദ്ധതി. പഠിക്കുക. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സാമൂഹിക ശാസ്ത്രീകരണ ഭാഗമായിട്ട് സ്വയം തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മഴവിൽ പദ്ധതി. കരുതൽ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് അടിയന്തര ദുരന്ത സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കരുതൽ പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സിന്
അടിയന്തര ദുരന്ത സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കരുതൽ പദ്ധതി. വർണ്ണം പദ്ധതി. ഡിഗ്രി, PG എന്നിവ കോളേജിൽ പോകാൻ കഴിയാതെ വിദൂര വിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ആവശ്യങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പിന്റെ ധനസഹായ പദ്ധതിയാണിത്. ഇതിൽ 24,000 രൂപയാണ് തുകയായി ലഭിക്കുന്നത്. അത് പഠിച്ചോളെ, ആ തുക ചോദിച്ചിട്ടുണ്ട് PSC. ഒന്നുകൂടി പറയാം എന്താണ് വർണ്ണം പദ്ധതി എന്ന്. ഡിഗ്രി, PG എന്നിവ കോളേജിൽ പോകാൻ കഴിയാതെ വിദൂര വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ആവശ്യങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന ധനസഹായ പദ്ധതിയാണിത്. ഇതിന്റെ ഭാഗമായിട്ട് 24,000 രൂപ എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സാമൂഹ്യ ശാക്തീകരണത്തിന്റെ ഭാഗമായി തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണ് മഴവില്ല് പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സിന്റെ അടിയന്തര ദുരന്ത സഹായം ലഭ്യമാക്കുന്ന പദ്ധതി എന്നറിയപ്പെടുന്നത് കരുതൽ പദ്ധതി. ഡിഗ്രി, PG എന്നിവ കോളേജിൽ പോകാൻ കഴിയാതെ വിദൂര വിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ആവശ്യങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് വർണ്ണം പദ്ധതി. ഇതിന്റെ തുക എത്രയെന്ന് ചോദിച്ചാൽ 24,000 രൂപയാണ്. സമന്വയം പദ്ധതി. പാതിവഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന പദ്ധതിയാണ് സമന്വയം പദ്ധതി. പാതിവഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സമന്വയം പദ്ധതി. സാകല്യം പദ്ധതി. സാമൂഹ്യനീതി വകുപ്പ് മുഖേന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷണ ആക്ട് 2019 നിഷ്കർഷിച്ചിട്ടുള്ള തുല്യ അവകാശം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സാകല്യം പദ്ധതി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. സാമൂഹ്യ നീതി വകുപ്പ് മുഖേന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ഉന്നമനത്തിനായിട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ആക്ട് 2019 പ്രകാരം തുല്യ അവകാശം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സാകല്യം പദ്ധതി. എന്താണ് സാകല്യം പദ്ധതി? പഠിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് പ്രത്യേക രോഗങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതികളെ. കേരള ഗവൺമെന്റ് പ്രത്യേക രോഗങ്ങൾക്കായിട്ട് നടപ്പിലാക്കിയ പദ്ധതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒത്തിരി ഈ ഭാഗത്ത് വരുന്നുണ്ട്, പഠിക്കുക. ആദ്യമായി തന്നെ ആർദ്രം പദ്ധതി. എന്താണ് ആർദ്രം പദ്ധതി? PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. പഠിക്കുക. സർക്കാർ ആശുപത്രികളിലെ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനസൗഹൃദ ആശുപത്രികളായിട്ട് സർക്കാർ ആശുപത്രികളെ മാറ്റുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാരുണ്യ പദ്ധതി. പഠിച്ചോളണേ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. സ്നേഹസാന്ത്വനം പദ്ധതി. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹസാന്ത്വനം പദ്ധതി. എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി? പഠിക്കുക. ഒന്നുകൂടി പറയാം. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. സ്നേഹസാന്ത്വന പദ്ധതി. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വന പദ്ധതി. പഠിക്കുക. സ്വാസ്ഥ്യം പദ്ധതി. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് സ്വാസ്ഥ്യം പദ്ധതി. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? സ്വാസ്ഥ്യം പദ്ധതി അർബുദം നേരത്തെ കണ്ടെത്തുകയും അത് തടയുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് സ്വാസ്ഥ്യം പദ്ധതി. സുഹൃതം പദ്ധതി.
മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സുഹൃതം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം പദ്ധതി. മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ഒന്നുകൂടി പറയുവാണ്, അർബുദം നേരത്തെ കണ്ടെത്തുകയും അത് തടയുകയും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം പദ്ധതി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. സമാശ്വാസം പദ്ധതി വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം 1100 രൂപയാണ് പ്രതിമാസം. പഠിക്കുക, സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കപ്പെടുന്ന ധനസഹായം എത്രയാണ്? 1100 രൂപയാണ്. ആശ്വാസകിരണം പദ്ധതി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. അതുകൂടി പഠിക്കുക. ആശ്വാസകിരണം പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം 600 രൂപയാണ്. ആശ്വാസകിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന തുക എത്ര സുഹൃത്തുക്കളെ? 600 രൂപയാണ് പ്രതിമാസം. ഒന്നുകൂടി പറയുവാണ്, വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽ പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം എത്രയെന്ന് ചോദിച്ചാൽ 1100 രൂപ പ്രതിമാസം. ആശ്വാസകിരണം പദ്ധതി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണ പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. ആശ്വാസകിരണ പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം എത്രയെന്ന് ചോദിച്ചാൽ അത് 600 രൂപയാണ് പ്രതിമാസം. പഠിക്കുക. അടുത്തതാണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട്. എന്താണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി മാസം 26-ാം തീയതി AK ആന്റണിയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26-ന് AK ആന്റണിയാണ്. പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. പഠിക്കുക. പദ്ധതിയിലൂടെ വൃക്കരോഗികള്, അതുപോലെ ഹൃദ്രോഗികള്, കരൾ സംബന്ധമായ രോഗമുള്ളവർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്നത്. ഇത്രയും PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട് എന്ന് ചോദിച്ചാൽ, കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26-ന് AK ആന്റണിയാണ്. പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപ. എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നത്. പഠിക്കുക. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആയുർദളം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ആയുർദളം പദ്ധതി. വിമുക്തി കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി പദ്ധതി. പ്രീവിയസ് ചോദ്യമായി ചോദിച്ചതാണ്. കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം എന്നുള്ള പദ്ധതിയാണ് വിമുക്തി പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി
കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. കലാലയങ്ങള് ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. ആരോഗ്യ ജാഗ്രതാ പദ്ധതി പകർച്ചവ്യാധികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. 2018 ജനുവരി 1 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യ ജാഗ്രതാ പദ്ധതിയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കുടിവെള്ള ശുചിത്വം, സംയോജിത കൊതുക് നിയന്ത്രണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നു. ഒന്നുകൂടി പറയുവാണേ, ആരോഗ്യ ജാഗ്രതാ പദ്ധതി പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. 2018 ജനുവരി 1 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കുടിവെള്ള ശുചിത്വം, സംയോജിത കൊതുക് നിയന്ത്രണം തുടങ്ങിയവ പ്രവർത്തനങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നു. പഠിക്കുക. കോക്ലിയ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണെന്ത്? ധ്വനി പദ്ധതി. പഠിക്കുക. അശ്വമേധം പദ്ധതി കേരള ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കായുള്ള ഗൃഹസന്ദർശനം രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കുള്ള ഗൃഹസന്ദർശനവും രോഗനിയന്ത്രണ പദ്ധതിയും അറിയപ്പെടുന്ന പേരാണ് അശ്വമേധം പദ്ധതി. പാദസ്പർശം പദ്ധതി പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പാദസ്പർശ പദ്ധതി. പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പാദസ്പർശ പദ്ധതി. എൽസ പദ്ധതി കുഷ്ഠരോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എൽസ പദ്ധതി. എന്താ എൽസ പദ്ധതി എന്ന് ചോദിച്ചാല് കുഷ്ഠരോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എൽസ പദ്ധതി. ശിരസ് സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശിരസ് പദ്ധതി. എന്താണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശിരസ് പദ്ധതി. ഒന്നുകൂടി പറയാം. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കായുള്ള ഗൃഹസന്ദർശനവും രോഗനിർണയ പദ്ധതി എന്ന് ചോദിച്ചാൽ അശ്വമേധം പദ്ധതി. പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് പാദസ്പർശ പദ്ധതി. കുഷ്ഠരോഗ നിവാരണ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് എൽസ പദ്ധതി. സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ശിരസ് പദ്ധതി. എന്താണ് ശിരസ് പദ്ധതി? തൂവാല വിപ്ലവം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി എന്ന് ചോദിച്ചാൽ തൂവാല വിപ്ലവം. നമ്മുടെ കൊറോണയുടെ സമയത്ത് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം പദ്ധതി. നയനാമൃതം പദ്ധതി PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് നയനാമൃതം പദ്ധതി എന്ന് നോക്കാം സുഹൃത്തുക്കളെ. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. ഒന്നുകൂടി പറയാം. പ്രമേഹജന്യമായി നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതിയും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് അമൃതം ആരോഗ്യം പദ്ധതി. ഒന്നുകൂടി പറയുവാണേ. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് അമൃതം ആരോഗ്യം പദ്ധതി. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി. പഠിക്കുക. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ശ്രേഷ്ഠ പദ്ധതി കലാകായിക മേളയിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതി. എന്താ പറഞ്ഞത്? കലാകായിക മേളയിലെ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതി. അടുത്തതായി നാം നോക്കാൻ പോകുന്നതാണ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകൾ. എന്താണ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകൾ? മാനസിക വൈകല്യമുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളിൽ എത്തപ്പെടാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ സമീപങ്ങളിൽ സേവന സൗകര്യങ്ങൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി പറഞ്ഞു തരാം.
മാനസിക വൈകല്യമുള്ള മുതിർന്നവരാവട്ടെ കുട്ടികളാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളിൽ എത്തപ്പെടാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ സമീപങ്ങളിൽ സേവന സൗകര്യങ്ങൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകൾ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വാവലംബൻ ഇൻഷുറൻസ്. എന്താണ് സ്വാവലംബൻ ഇൻഷുറൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അംഗപരിമിതരായ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനുമായി ആരംഭിച്ചിട്ടുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രതിവർഷം ഗുണഭോക്തൃ വിഹിതമായ 3521 രൂപ ആദ്യഘട്ടത്തിൽ അർഹരായ 1 ലക്ഷം അംഗപരിമിതർക്കായിട്ട് നൽകുന്നു. ഈ പദ്ധതിയാണ് സ്വാവലംബൻ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്വാവലംബൻ ഇൻഷുറൻസ് പദ്ധതി എന്താണ്? അംഗപരിമിതരായ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനുമായിട്ട് ആരംഭിച്ചിട്ടുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം ഗുണഭോക്താവിന് വിഹിതമായിട്ട് 3521 രൂപ ആദ്യഘട്ടത്തിൽ അർഹമായ 1 ലക്ഷം അംഗപരിമിതർക്ക് നൽകിയിരുന്നു അല്ലെങ്കിൽ നൽകുന്നു. ഈ ഭാഗം പഠിക്കുക. യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് പഠിക്കുക. യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് അംഗപരിമിതർക്കായി ഒരു ദേശീയ ഡേറ്റാബേസ് എത്തിക്കുക. വൈകല്യമുള്ള ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേക വൈകല്യ ഐഡന്റിറ്റി കാർഡ് നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് എന്ന് ചോദിച്ചാൽ അംഗപരിമിതമായവർക്കായി ഒരു ദേശീയ ഡേറ്റാബേസ് ഉണ്ടാക്കുക. അതിൽ തന്നെ വൈകല്യമുള്ള ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേക വൈകല്യ ഐഡന്റിറ്റി കാർഡ് നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പരിരക്ഷാ പദ്ധതി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. പഠിച്ചോളണേ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. പഠിക്കുക. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. ഒന്നുകൂടി പറയുവാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സ്വാവലംബൻ ഇൻഷുറൻസ് എന്തെന്ന് ചോദിച്ചാൽ അംഗപരിമിതരായ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനുമായി ആരംഭിച്ചിട്ടുള്ള ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ്. ഗുണഭോക്തൃ വിഹിതം എന്നുള്ള രീതിയിൽ 3521 രൂപ ആദ്യഘട്ടത്തിൽ അർഹരായ 1 ലക്ഷം അംഗപരിമിതർക്കായിട്ട് നൽകുന്ന പദ്ധതിയാണ് സ്വാവലംബൻ ഇൻഷുറൻസ് പദ്ധതി. യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് അംഗപരിമിതർക്കായി ഒരു ദേശീയ ഡേറ്റാബേസ് നിർമ്മിക്കുക. വൈകല്യമുള്ള ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേക വൈകല്യ ഐഡന്റിറ്റി കാർഡ് നൽകുക എന്നിവ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. എന്താണ് അനുയാത്ര പദ്ധതി? ഇനി നമുക്ക് കുറച്ച് മറ്റു പദ്ധതികൾ കൂടി ഒന്ന് നോക്കാം. സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കായുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ സുഖം പ്രാപിച്ചവർക്കായുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി. വഴികാട്ടി യാത്രക്കിടയിലെ അപകടത്തിൽപ്പെട്ടു വരുന്നവർക്കും മറ്റു ദേഹാസ്വാസ്ഥ്യമുള്ളവർക്കുമായി പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടു വരുന്നവർക്കും മറ്റു ദേഹാസ്വാസ്ഥ്യമുള്ളവർക്കുമായിട്ടുള്ള പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. സാന്ത്വനം പദ്ധതി പിക്കുവാണ്. സാന്ത്വനം പദ്ധതി കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. പഠിക്കുക. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാന്ത്വനം പദ്ധതി എന്ന് ചോദിച്ചാല് കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. പഠിക്കുക. സ്മൈൽ പദ്ധതി റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. പഠിക്കുക. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. ഉഷസ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് പദ്ധതി. പഠിച്ചോളണ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി
ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് പദ്ധതി. മെഡിസെപ്പ് പദ്ധതി, വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, പഠിക്കുക. മെഡിസെപ്പ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മെഡിസെപ്പ് പദ്ധതി. അപ്പൊ മെഡിസെപ്പ് പദ്ധതി എന്താണ്? സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മെഡിസെപ്പ് പദ്ധതി. ആയുഷ് ഗ്രാമം പദ്ധതി ദേശീയ ആയുർവേദ ദിനാചരണത്തിനോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ് ഗ്രാമം പദ്ധതി. ദേശീയ ആയുർവേദ ദിനാചരണത്തിനോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ് ഗ്രാമം പദ്ധതി. പദ്ധതിയുടെ പേരെന്താ സുഹൃത്തുക്കളെ? ആയുഷ് ഗ്രാമം പദ്ധതി. ഏതാണ്? ആയുഷ് ഗ്രാമം പദ്ധതി. ഇത്ര നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പം തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.